ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള കാണിക്കാനാണ്. കുറേ നേരം വെച്ചാൽ അതേപോലെ തന്നെ ക്രിസ്പി ആയിരിക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നീളമുള്ള ഉരുളക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതുപോലത്തെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് നല്ല വെളുത്ത കളർ ഉരുളക്കിഴങ്ങ് എടുക്കാൻ നോക്കുക. അധികം മഞ്ഞയുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ അത് കുറച്ച് നേരം വെക്കുമ്പോൾ അങ്ങ് സോഫ്റ്റ് ആയി പോവും. അപ്പോൾ വെള്ളയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ 2 സൈഡും ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു 3-4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 പീസൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നല്ല നീളത്തിൽ കിട്ടും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെത് അത്ര നീളമുള്ളതൊന്നും അല്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ അത് വെള്ളത്തിലേക്ക് വേണം കേട്ടോ ഇടാനായിട്ട്. ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് 3-4 തവണ വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കണം. ഇതിൽ ആ ഒരു സ്റ്റാർച്ച് പോയിട്ട് നല്ല വെള്ളം തെളിഞ്ഞ് വരണം, അത്ര നേരം കഴുകുക. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കലങ്ങിയിരിക്കല്ലേ വെള്ളം. അപ്പോൾ ഇത് നമ്മളൊരു 2-3 തവണ കഴുകുമ്പോഴേക്കും, കഴുകി കഴിഞ്ഞാലും വെള്ളം നല്ല തെളിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ 3 തവണയെ കഴുകിയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നേരം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങിനെ ഒരു 4 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കും. സമയം കറക്റ്റായിട്ട് നോക്കണം, കാരണം എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് ഓവറായിട്ട് കുക്കാവാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുക, എന്നിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് 4 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കുക. 4 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് മാറ്റണം. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനിനി ഇതെടുത്തിട്ട് ഒരു കോട്ടൺ ടവലിൽ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ടിഷ്യൂ പേപ്പറിലോ ടവലിലോ എന്തിലേലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് വേഗം എടുത്ത് മാറ്റാം. നമ്മളിങ്ങനെ ഒന്ന് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ പൊരിച്ച് കഴിയുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുണ്ടെങ്കിലും സംഭവം ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ അതേ ഞാനിതൊരു കോട്ടൺ ടവലിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് ഒന്ന് ഒപ്പിയെടുത്ത് കളയണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ നമുക്കൊരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇവിടെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ്. കാരണം മോനൂന് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്, ആവശ്യം വരുമ്പോൾ പൊരിച്ച് കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുമിച്ചിട്ട് പൊരിക്കരുത്. അപ്പോൾ നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല ചൂടുള്ള സമയത്ത് അതിലേക്ക് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട, 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇട്ടപ്പോൾ തന്നെ ഇളക്കണ്ട, ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആയിട്ടൊന്നുമില്ല, വലുതായിട്ട് കളറും മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു പരമാവുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. നല്ലപോലെ എണ്ണ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുമിച്ചിടാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ, അത് ശ്രദ്ധിക്കുക. അതുപോലെ വട്ടമുള്ള എന്തെങ്കിലും ഫ്രൈ പാനിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് കവർ ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ തന്നെ വെക്കണം. ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും കയറാതെ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, നമ്മൾ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അതങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ അപ്പോഴും കുറച്ച് കുറച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ നന്നായിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ആയിട്ട് നല്ല പൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവാം ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട്, നമ്മൾ ആ സ്പൂൺ കൊണ്ട് തവി കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടും, ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം.
ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ 2 വട്ടം ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഒരു വട്ടം ചെയ്യുന്നുള്ളെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ അതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഭാഗം മോന് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ, കുറേ നേരം ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി നേരം അതങ്ങനെ ഇരിക്കില്ലേ, അതേപോലെ തന്നെ ഇരിക്കും. അല്ലാതെ അപ്പം തന്നെ അങ്ങ് തണുത്ത് ഒരുമാതിരി സോഫ്റ്റ് ആവുമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താ സ്പൈസസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ 3 തവണ ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്പിനെസ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ തവണയും ഒന്നും കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് ഇതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.